അവരുടെ ജലാതിർത്തിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ അവരുടെ തുറമുഖങ്ങളിൽ നിർത്തണമെന്ന് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ കൊള്ളയ്ക്ക് ഇരയാകുകയോ ചെയ്യും. ചോള സാമ്രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ലായ തമിഴ് വ്യാപാരികൾ ഈ ചുങ്കങ്ങളിൽ ശ്വാസം മുട്ടി. രാജേന്ദ്ര ചോളന്റെ പ്രതികരണം: 1025 ചോള നാവികസേന ബേ ഓഫ് ബംഗാൾ കടന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് ആഴ്ന്നിറങ്ങി. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ നാവിക ആക്രമണം ആരംഭിച്ചു. തന്ത്രം അതിശ്രേഷ്ഠമായിരുന്നു. ചോള സൈന്യം തികച്ചും അപ്രതീക്ഷിതമായ ഒരു പാത ഉപയോഗിച്ചു. ശ്രീവിജയൻ പ്രതിരോധം കേന്ദ്രീകരിക്കപ്പെട്ടിരുന്ന വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് നിന്ന് സമീപിക്കുന്നതിനു പകരം സുമാത്രയുടെ പടിഞ്ഞാറൻ തീരത്ത് നിന്ന് സുന്ദ സ്ട്രേറ്റ് കടന്ന് പലംബാങ്ങിലേക്ക് തെക്ക് നിന്ന് ആക്രമണം നടത്തി. ഇത് ശ്രീവിജയൻ സൈന്യത്തെ പൂർണ്ണമായും അതിശയത്തിലാഴ്ത്തി. ചോള സൈന്യം ശ്രീവിജയൻ സാമ്രാജ്യത്തിന്റെ തിളങ്ങുന്ന തലസ്ഥാനമായ പലംബാങ് ഉപരോധിച്ചു. നഗരം കൈക്കലാക്കി. രാജകൊട്ടാരം കൊള്ളയടിച്ചു. രാജാവ് സംക്രമ വിജയതുംഗവർമ്മനെ തന്നെ തടവുകാരനാക്കി. പ്രചാരണം വീണ്ടും തുടർന്നു. ഇന്നത്തെ മലേഷ്യ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, ബർമ എന്നിവ ഉൾക്കൊള്ളുന്ന 14 ശ്രീവിജയൻ തുറമുഖങ്ങൾ രാജേന്ദ്ര ചോളൻ ആക്രമിച്ചു. ഇത് ഒരു വിദേശ രാജ്യത്ത് കടന്നുള്ള ആക്രമണമായിരുന്നു. പകരം വെക്കാൻ മറ്റൊരു വാക്കില്ല. ഇന്ത്യയുടെ മറ്റു പ്രവിശ്യകളിലേക്കും അദ്ദേഹം പടയോട്ടം നടത്തി. അതിനാൽ ഈ വാദം, നാം ആരെയും ആക്രമിച്ചിട്ടില്ല എന്ന വാദം സത്യമാണോ? സത്യമല്ലെന്ന് കാണാം. പക്ഷേ അത് ഇന്ത്യയെ ദുർബലമാക്കുന്നില്ല. പകരം ഇന്ത്യയെ ഒന്നുകൂടി ശക്തിമത്തായതും സത്യസന്ധവുമാക്കുന്നു.